നല്ല ഫ്ലോയി ആയിട്ട് നല്ല ഒതുങ്ങി നിൽക്കുന്ന ഫാബ്രിക്കാണ്. സോഫ്റ്റ് സെമി സിൽക്കാണ് സാരിയുടെ ഫാബ്രിക്. നമ്മൾ ഉടുത്ത് കാണിക്കുമ്പോൾ തന്നെ അറിയാലോ, നല്ല ഫിഗർ ഫിറ്റ് ആയിട്ട് നിൽക്കുന്ന സാരിയിൽ നല്ലൊരു കലംകാരി ഡിസൈൻ, ഒരു അജ്രക് ഡിസൈനോട് സിമിലർ ആയിട്ട് വരുന്ന കലംകാരി പ്രിന്റും അതിൽ ത്രെഡ് വുവൻ സ്റ്റൈലുള്ള മോട്ടീവ്സിലുമാണ് സാരി വരുന്നത്. കളർ പാലറ്റ് പറയുകയാണെങ്കിൽ നല്ലൊരു ഡീപ്പസ്റ്റ് മെറൂൺ ആണ് സാരിയുടെ ഷെയ്ഡ്. മെറൂണിൽ ഈ ഒരു പാറ്റേണിലായിരിക്കും. ഡബിൾ സൈഡിലും അതേ ഒരു കലംകാരി ബോർഡേഴ്സ് വന്നിട്ട് ബോഡി കംപ്ലീറ്റ് വരുന്നത് ത്രെഡ് വീവിലാണ്. ഇതാണ് സാരിയുടെ ഒരു ലുക്ക് വരുന്നത്. ഫുൾ ആ ഒരു ഫ്ലോറൽ പാറ്റേണുള്ള ത്രെഡ് വുവൻ സ്റ്റൈൽ വന്നിട്ട് രണ്ട് സൈഡിലും കലംകാരി ഡിസൈൻസ് വരുന്നുണ്ട്. ആ ഒരു ലോവർ ബോർഡർ വരുമ്പോൾ അവിടെ ഒരു കട്ട് വർക്കിന്റെ പാറ്റേണിലുള്ള ഒരു 6 ആഗ് വുവൻ ഡിസൈനിലാണ് സാരി വരുന്നത്. ഞാൻ ക്ലോസറിൽ കാണിക്കാം കേട്ടോ. ഓവറോൾ ലുക്ക് ഇങ്ങനെ വരും സാരി. ഫുൾ ഈ ഒരു പാറ്റേണിലാണ് വരുന്നത്. രണ്ട് സൈഡിലും കലംകാരി ഡിസൈൻ. അതേ പാറ്റേണിൽ തന്നെയായിരിക്കും സാരിയുടെ മുന്താണി വരുന്നതും ബ്ലൗസ് വരുന്നത്. ഇതാണ് സാരിയുടെ പല്ലു. ഫുൾ അതേ ആ ഒരു പ്രിന്റ് വന്നിട്ട് ഈ ഒരു സ്റ്റൈലിലായിരിക്കും. ബോഡിയിലും ആ ഒരു ലോവർ ബോർഡറിലും ത്രെഡ് വർക്ക് വരുന്നുണ്ട്. ഇത് ബോഡിയിൽ വരുന്ന ഒരു വർക്കാണ്. സോഫ്റ്റ് സിൽക്കാണ്, സെമി സിൽക്കാണ് സാരിയുടെ മെറ്റീരിയൽ. ട്രാൻസ്പെറന്റ് അല്ല കേട്ടോ മെറ്റീരിയൽ, വളരെ ലൈറ്റ് വെയിറ്റ് ആണ്. ഈ ഒരു പാറ്റേണിലാണ് ലോവർ ഏരിയയിൽ ആ ഒരു കട്ട് വർക്കിന്റെ പാറ്റേണിലാണ് സാരിയിൽ ആ ഒരു ഡിസൈൻസ് വരുന്നത്. ഒരു 6 ആഗ് പാറ്റേണിൽ ത്രെഡ് വർക്ക് വന്നിട്ട്, ഇത് ത്രെഡ് വർക്ക് ആട്ടോ. ഫുൾ ആ ഒരു കട്ട് വർക്കിന്റെ പാറ്റേണിലുള്ള ത്രെഡ് വർക്കിലും ഈ ഒരു സ്റ്റൈലിലാണ്. ഇത് ഈ ഒരു ഏരിയ കംപ്ലീറ്റ് ത്രെഡ് വർക്ക് വന്നിട്ട് ആ ഒരു പ്രിന്റിലായിരിക്കും ബോർഡറും മുന്താണിയും വരുന്നത്. മുന്താണി സെയിം പാറ്റേൺ തന്നെ. ബോഡിയിലും ലോവർ ബോർഡറിലും ആയിരിക്കും ആ ഒരു ത്രെഡ് വർക്ക് വരുന്നത്. പല്ലു സെയിം ഇതേ പാറ്റേണിൽ തന്നെയാണ് റണ്ണിങ് ബ്ലൗസ് വരുന്നത്. ഇതൊരു നല്ലൊരു മെറൂൺ ആണ്. അടുത്ത കളർ വരുന്നത് ബ്ലാക്കിലായിരിക്കും. അടുത്ത കളർ ബ്ലാക്കിലും അതേ സ്റ്റൈലിൽ തന്നെയാണ്. ആ ഒരു വുവൺ പാറ്റേൺ എല്ലാം സെയിം തന്നെ. ബോഡി കംപ്ലീറ്റ് ആ ഒരു ഫ്ലോറൽ എംബ്രോയിഡറി വർക്ക് വന്നിട്ട് ലോവർ ബോർഡർ വരുമ്പോൾ ഈ ഒരു പാറ്റേൺ ആണ്. ഇത് ബ്ലാക്ക് ബ്ലൗസ് എല്ലാം ഇട്ട് കൊടുക്കുകയാണെങ്കിൽ നല്ലൊരു ഗ്രാൻഡ് ലുക്ക് ആയിരിക്കും കേട്ടോ. എനിക്ക് ഓരോ സാരിയും ഉടുത്ത് കാണിക്കാൻ പറ്റത്തില്ലല്ലോ. ഇതാണ് ബോഡി വരുന്നത്. ബോർഡർ വരുമ്പോൾ ഈ ഒരു പാറ്റേണിലാണ്. കട്ട് വർക്കിലായിരിക്കും ത്രെഡ് വർക്ക് വന്നിട്ട് വിത്ത് കലംകാരി ബോർഡർ. നല്ല ഫ്ലോയി ആയിട്ട് നിൽക്കുന്ന ഫാബ്രിക്കാണ്. നല്ല മെറ്റീരിയൽ ആണ്, ലൈറ്റ് വെയിറ്റ് ആണ്. ഹാൻഡ് വാഷ് ചെയ്ത് യൂസ് ചെയ്യാവുന്ന സാരിയാണ്. ഇതായിരിക്കും ആ ഒരു ബോഡി ബോർഡർ മുന്താണി ഈ ഒരു പാറ്റേണിലാണ് വരുന്നത്. സെയിം അതേ സ്റ്റൈലിൽ തന്നെ വിത്ത് ബ്ലൗസ്. നെക്സ്റ്റ് സാരി പാറ്റേണും ഫാബ്രിക്കും എല്ലാം മാറിയിട്ടുണ്ട്. ഇത് വരുന്നത് നെറ്റ് കോട്ടയാണ്. നെറ്റ് കോട്ടയിൽ നല്ല പാറ്റേണിൽ ആ ഒരു ക്രോസ് സ്റ്റിച്ച് പാറ്റേണുള്ള ത്രെഡ് എംബ്രോയിഡറി ആണ് സാരിയുടെ ഒരു രണ്ട് സൈഡിലും ബോർഡർ ആയിട്ട് വന്നിട്ട് ബോഡി വരുന്നത് പ്ലെയിൻ ആയിരിക്കും വരുന്നത്. ഈ ഒരു പാറ്റേണിലാണ് വരുന്നത്. ഇതിന്റെ കോമ്പിനേഷൻ പറയുകയാണെങ്കിൽ നല്ലൊരു ടർക്കോയിസ് ബ്ലൂ ആൻഡ് ഗ്രീൻ ആ ഒരു കോമ്പിനേഷനിലാണ് ക്രോസ് സ്റ്റിച്ച് എംബ്രോയിഡറി വർക്ക് വരിക. ഇതാ പാറ്റേൺ വരിക കേട്ടോ. നെറ്റ് കോട്ടയാണ് സാരിയുടെ ഫാബ്രിക്. ഞാൻ 1 ലെയറിൽ കാണിക്കാം സാരി. ഈ ഒരു പാറ്റേണിലായിരിക്കും വരിക. രണ്ട് സൈഡും അപ്പറും ലോവറും മുന്താണി എല്ലാം ഇതേ പാറ്റേണിൽ തന്നെയാണ് ആ ഒരു എംബ്രോയിഡറി വർക്ക് വരുന്നത്. ഇതിന്റെ കൂടെ റണ്ണിങ് ബ്ലൗസ് വരുന്നുണ്ട്. ബ്ലൗസ് വരുന്നത് ബ്ലാക്ക് ആണ്. അതെല്ലാം നമുക്ക് കോൺട്രാസ്റ്റ് ആയിട്ട് ഈ ഒരു കളറിലെ ബ്ലൗസും ഡ്രൈപ്പ് ചെയ്യാം. ആ ഒരു ടർക്കോയിസ് ബ്ലൂയിലെ ബ്ലൗസും ഡ്രൈപ്പ് ചെയ്യുകയാണെങ്കിൽ നല്ലൊരു ലുക്ക് ആയിരിക്കും സാരി. സെയിം അതേ പാറ്റേണും ഫാബ്രിക് എല്ലാം സെയിം തന്നെയാണ്. ആ ഒരു എംബ്രോയിഡറി വർക്കിന്റെ കോമ്പിനേഷൻ മാറിയിട്ടുണ്ട്. ബാക്കി എല്ലാം സെയിം തന്നെയാണ് വരുന്നത് കേട്ടോ. നെറ്റ് കോട്ട തന്നെ സാരിയുടെ ഫാബ്രിക്. ഇതിൽ വരുമ്പം ഈ ഒരു പാറ്റേണിലായിരിക്കും ആ ഒരു കോമ്പിനേഷൻ പറയുകയാണെങ്കിൽ പിങ്ക് ആണ്. ലൈറ്റ് ബേബി പിങ്കും ഒരു ഡാർക്ക് പിങ്കും ഗ്രീനും കൂടിയുള്ള കോമ്പിനേഷനിലാണ് ഒരു വർക്ക് വരുന്നത്. മുന്താണി സെയിം സ്റ്റൈൽ. ഇതിന്റെ കൂടെ വരുന്നത് ബ്ലാക്കിൽ പ്ലെയിൻ ബ്ലൗസാണ് വരുന്നത്. നെക്സ്റ്റ് കളർ എല്ലാം നല്ല നല്ല ഷെയ്ഡിലാണ് വന്നിരിക്കുന്നത് കേട്ടോ. ഇത് വരുന്നത് ലാവൻഡർ ആണ്. ലാവൻഡറും ഗ്രീനും കൂടിയുള്ള കോമ്പിനേഷനിലാണ് ആ ഒരു വർക്ക് വരുന്നത്. ഈ ഒരു പാറ്റേൺ ആയിരിക്കും. ഇതാണ് സാരിയുടെ 1 ലെയറിൽ. നെറ്റ് കോട്ടയാണ്, സൂപ്പർ നെറ്റ് കോട്ടയാണ് സാരിയുടെ ഫാബ്രിക് വരുന്നത്. ബ്ലാക്കിൽ തന്നെയായിരിക്കും റണ്ണിങ് ബ്ലൗസും വരുന്നത്. ബ്ലാക്ക് ബ്ലൗസ് കുറച്ച് നല്ലൊരു ലെങ്തി ആയിട്ടൊക്കെ സ്റ്റിച്ച് ചെയ്യണമെങ്കിൽ നമുക്കിത് 1 ലെയറിലും ഡ്രൈപ്പ് ചെയ്യാം. അടുത്ത കളർ പീച്ചാണ്. പീച്ചും ഗ്രീനും കൂടിയുള്ള കോമ്പിനേഷനിലാണ് സാരി വന്നിരിക്കുന്നത്. ഇതിനെല്ലാം നമുക്ക് കോൺട്രാസ്റ്റ് ആയിട്ട് ഇപ്പം ഇതിനൊക്കെ ആണെങ്കിൽ പീച്ചും ഗ്രീൻ എല്ലാം നല്ലൊരു ഓപ്ഷനാണ്. ബ്ലൗസ് അതെല്ലാം ബ്ലാക്ക് ആണെങ്കിൽ കുറച്ചുകൂടി ആ ഒരു സട്ടിലായിട്ട് നിൽക്കും. അതേ ബോഡി കളറിൽ തന്നെ വരികയാണെങ്കിൽ വർക്ക് കുറച്ചുകൂടി പ്രോമിനന്റ് ആയിരിക്കും. സെയിം സ്റ്റൈൽ പല്ലു, ഡബിൾ സൈഡ് ബോർഡർ, പ്ലെയിൻ ബ്ലാക്കിലാണ് ബ്ലൗസ് വരുന്നത്. നെക്സ്റ്റ് സാരി ഫാബ്രിക്കും പാറ്റേണും എല്ലാം മാറിയിട്ടുണ്ട്. സോഫ്റ്റ് സിൽക്കാണ് സാരിയുടെ ഫാബ്രിക് വന്നിരിക്കുന്നത്. ഇതിൽ നല്ല പാറ്റേണിലാണ് ആ ഒരു വർക്ക് വന്നിരിക്കുന്നത്. ഞാൻ ക്ലോസിൽ കാണിക്കാം. ഇതിപ്പോൾ നമുക്ക് കാണുകയാണെങ്കിൽ ഒരു ആപ്ലിക് വർക്ക് പോലെ തോന്നും. ആപ്ലിക് വർക്ക് പോലെ തോന്നുന്ന ചെയിൻ സ്റ്റിച്ച് ഇട്ടിട്ടാണ് ഡിസൈൻസ് ഹൈലൈറ്റ് ചെയ്തിരിക്കുന്നത്. നല്ലൊരു പ്രിന്റഡ് പാറ്റേണിലുള്ള ഒരു ഡിസൈൻസ് വന്നിട്ട് ആ ഒരു ഓഫ് ക്രീം ടോണിലുള്ള ചെയിൻ സ്റ്റിച്ചാണ് ഫുൾ ബോഡി വന്നിരിക്കുന്നത് സാരിയിൽ. അതുകൊണ്ട് തന്നെ ഒരു ആപ്ലിക് വർക്കിന്റെ ഫീലാണ് വരുന്നത് സാരി. സിമ്പിൾ ബോർഡർ വരുന്നുണ്ട് സാരി. ഇതായിരിക്കും ഫുൾ പാറ്റേൺ വരുന്നത്. ബോഡി കംപ്ലീറ്റ് ഇതേ വർക്ക് തന്നെയായിരിക്കും വരുന്നത്. ആ ഒരു പ്ലീറ്റ്സിന്റെ പോർഷനും ചെസ്റ്റ് പോർഷനും മുന്താണിയെല്ലാം ഇതേ ആ ഒരു ചെയിൻ സ്റ്റിച്ച് വർക്ക് തന്നെയാണ് സാരി വരുന്നത്. കളർ പറയുകയാണെങ്കിൽ സോഫ്റ്റ് പേസ്റ്റൽ പീച്ച്. ഇതാണ് ആ ഒരു വർക്കിന്റെ ഡീറ്റെയിലിംഗ് ഇങ്ങനെയാണ് വരുന്നത് കേട്ടോ. ആ ഒരു പ്രിന്റഡ് പാർട്ട് വന്നിട്ട് ആ ഒരു ചെയിൻ സ്റ്റിച്ച് വെച്ചിട്ടായിരിക്കും ഡിസൈൻസ് ഹൈലൈറ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ പറഞ്ഞത് ഒരു ആപ്ലിക് വർക്ക് പോലെ തന്നെ നമുക്ക് തോന്നുന്നത് സാരി കണ്ടാൽ. നല്ല സോഫ്റ്റ് കളറിലുമാണ് വന്നിരിക്കുന്നത്. വളരെ ലൈറ്റ് വെയിറ്റ് ആണ്. സോഫ്റ്റ് സെമി സിൽക്ക് ആണ് സാരിയുടെ ഫാബ്രിക്.
നമുക്ക് ഹാൻഡ് വാഷ് ചെയ്ത് യൂസ് ചെയ്യാവുന്ന ഫാബ്രിക്കാണ്. മുന്താണിയും ബോഡിയും എല്ലാം ഇതേ വർക്ക് തന്നെ ആയിരിക്കും വരുന്നത്. അതേ ഡിസൈനിൽ തന്നെ പ്രിന്റഡ് പാർട്ടിലാണ് റണ്ണിങ് ബ്ലൗസ് വരുന്നത്. സെയിം പാറ്റേൺ, സെയിം ഡിസൈൻ, അതേ ആപ്ലിക് വർക്കിന്റെ ആ ഒരു എഫക്റ്റിൽ വരുന്ന സാരി തന്നെ വരുന്നത്. അക്വാ ഗ്രീൻ, നല്ലൊരു സോഫ്റ്റ് ഓഷ്യൻ ഗ്രീൻ ആണ് സാരിയുടെ ഷെയ്ഡ് വന്നിരിക്കുന്നത്. സെയിം സ്റ്റൈൽ, ഫുൾ ബോഡി സെയിം പാറ്റേൺ. മുന്താണി ആ ഒരു ഗ്രേ ടോണിലുള്ള ഒരു എൻഡിങ്ങിലായിരിക്കും മുന്താണിയുടെ ആ ഒരു ഡിസൈൻസ് വരുന്നത്, എൻഡ് വരുന്നത്, പല്ലുവിന്റെ എൻഡ് വരുന്നത് കേട്ടോ. റണ്ണിങ് ബ്ലൗസ്, എല്ലാ കളേഴ്സും നല്ല സോഫ്റ്റ് കളറിലാണ് സാരി വന്നിരിക്കുന്നത്. നമുക്കൊരു ഫംഗ്ഷൻ വെയർ ആയിട്ട് ഡ്രേപ്പ് ചെയ്യാവുന്ന സാരിയാണ്, അല്ലെങ്കിൽ ഗിഫ്റ്റ് കൊടുക്കാൻ, അമ്മമാർക്ക് ഗിഫ്റ്റ് കൊടുക്കാനുള്ള നല്ലൊരു ഓപ്ഷനാണ്. വളരെ ലൈറ്റ് വെയിറ്റ് ആണ് മെറ്റീരിയൽ. ഹാൻഡ് വാഷ് ചെയ്ത് നമുക്ക് ഈസി ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുന്ന സാരിയാണ്. വീട്ടിൽ തന്നെ നമുക്ക് ഹാൻഡ് വാഷ് ചെയ്ത് യൂസ് ചെയ്യാവുന്ന സാരിയാണ്. ട്രാൻസ്പെറൻസി ഇല്ല, ലൈറ്റ് വെയിറ്റ് ആണ് ഫാബ്രിക്. ഇതെല്ലാം മെയിൻ ഹൈലൈറ്റ്. കൂടാതെ ആ ഒരു ആപ്ലിക് വർക്കിന്റെ ആ ഒരു എഫക്റ്റിലുമാണ് സാരി വന്നിരിക്കുന്നത്. ഇതും വളരെ സോഫ്റ്റ് കളറിൽ ഒരു പേസ്റ്റൽ പീച്ചിഷ് പിങ്ക് ആണ്. ബേബി പിങ്കും പീച്ചും കൂടി ബ്ലെൻഡഡ് ആണ് സാരിയുടെ കളർ വന്നിരിക്കുന്നത്. സെയിം സ്റ്റൈൽ, അതേ ആ ഒരു ചെയിൻ സ്റ്റിച്ച് എംബ്രോയിഡറി വർക്ക്, സിമ്പിൾ ബോർഡർ, പല്ലു സെയിം സ്റ്റൈൽ, ബ്ലൗസ്. നെക്സ്റ്റ് കളർ ഒരു ബ്ലെൻഡഡ് ടോൺ ആണ്. ഇതിലൊരു പീച്ച് ഷെയ്ഡ് വന്നിട്ടുണ്ട്, ചിക്കു വന്നിട്ടുണ്ട്, ഒരു ബേജ് വന്നിട്ടുണ്ട്. അത് മൂന്നും കൂടിയുള്ള ഒരു ബ്ലെൻഡഡ് ടോണിലാണ് സാരിയുടെ ഒരു ബോഡി കളർ വരുന്നത്. എക്സാക്ട് ഒരു കളർ പറയാനില്ല, നല്ല ബ്യൂട്ടിഫുൾ പാറ്റേണിലാണ്. ആ ഒരു ചെയിൻ സ്റ്റിച്ച് എംബ്രോയിഡറി വർക്ക് തന്നെയാണ്. ഫുൾ ബോഡി വരുന്നുണ്ട്. ഒരു ലൈറ്റ് ബ്രൗൺ ടോണിലാണ് മുന്താണിയുടെ എൻഡ് വരുന്നത്. അതുകൊണ്ട് തന്നെ ആ ഒരു ടോണിലായിരിക്കും റണ്ണിങ് ബ്ലൗസ് വരുന്നത്, പ്രിന്റഡ് ബ്ലൗസ് ആയിരിക്കും. ലാസ്റ്റ് സാരിയാണ്. ഇതൊരു ലാവൻഡർ, ടിൻറ്റഡ് ലാവൻഡർ ടോണാണ്. ഗ്രേയും ലാവൻഡറും കൂടിയുള്ള ഒരു കോമ്പിനേഷനിലാണ് സാരി വന്നിരിക്കുന്നത്. മുന്താണിയുടെ എൻഡ് വരുമ്പോൾ ലാവൻഡർ ആണ്, ബോഡി വരുന്ന ഒരു ലൈറ്റ് ഗ്രേ ടോണിലാണ്. സെയിം സ്റ്റൈൽ പാറ്റേൺ, ആ ഒരു ലാവൻഡർ ടോണിൽ തന്നെ ആയിരിക്കും ആ ഒരു ബോർഡർ വരുന്നതും പല്ലു വരുന്നതും. ലാവൻഡറിലാണ് റണ്ണിങ് ബ്ലൗസ്.